ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഈ വീഡിയോ ആനയിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് നെസ്റ്റ് ഒക്കെയാണ് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് നെസ്റ്റിൽ പോണതേ. അപ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് പോണത്. മിക്കവരും ഗൂഗിൾ മാപ്പ് തെറ്റിച്ചിട്ടുണ്ടാവും അല്ലേ? തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് തെറ്റിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങളത് കറക്റ്റ് സ്ഥലത്തേക്ക് എത്തിച്ച്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ നേരെ ലിഫ്റ്റ് പിടിച്ച് ലിഫ്റ്റിൽ കയറി. അപ്പോൾ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്, ഏത് ഫ്ലോറിൽ ഇന്ന സാധനങ്ങളൊന്നും അറിയില്ലെന്നല്ലോ. അപ്പോൾ അതാണ് ഞങ്ങൾ അവിടെ എഴുതി വെച്ചത് കണ്ട്. അപ്പോൾ അങ്ങനെ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വിട്ടു. എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. എന്നുവെച്ചാൽ ആൾക്കാരുണ്ടായിരുന്നു ഉണ്ട്, പക്ഷെ എന്ന് വെച്ചാൽ അങ്ങനെ തിരക്കൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. എന്നുവെച്ചാൽ നല്ല ശാന്തമായിട്ട് കിടക്കണം. അങ്ങനെ കുറേ സാധനങ്ങൾ ഓഫറുണ്ടായിട്ട് ഇഷ്ടം പോലെ. അന്ന് ഞങ്ങൾ പോയത് വ്യാഴാഴ്ചയും. അപ്പം അന്നൊക്കെ ഭയങ്കര ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അധികം സാധനങ്ങളൊന്നും എടുത്തില്ല. കുറച്ച് ഇപ്പി, സോസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തോളൂ ഞങ്ങൾ. അത് ഞങ്ങളുടെ ഫുഡൊക്കെ വാങ്ങിച്ച് ബിരിയാണി ഷവർമയാണ് വാങ്ങിച്ചത്. അപ്പോൾ കേക്കിനൊക്കെ ഭയങ്കര വില കുറവ്. ഡ്രീം കേക്കില്ലേ, ഒരു അവസരത്തിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഡ്രീം കേക്കിനൊക്കെ ഭയങ്കര വില കുറവായിരുന്നു. ഞങ്ങൾക്ക് അത് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വയറ് ഇതൊക്കെ കഴിച്ചിട്ട് നിറയോ അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ അതൊന്നും വാങ്ങിച്ചില്ല. വീട്ടിലേക്ക് കുറച്ച് ചില്ലറ സാധനങ്ങൾ വാങ്ങിച്ചെന്നല്ലാണ്ട് ഇങ്ങനെ ഫുഡ് ഐറ്റംസ് ഒന്നും അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ അവിടെ കണ്ട് പിന്നെ കണ്ട ഡ്രീം കേക്ക്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഐസ്ക്രീമിൻ്റെ സെക്ഷനിലേക്ക് പോയി. അങ്ങനെ എന്ന് വെച്ചാൽ തിരക്കില്ലാത്ത കാരണം എല്ലാം ചുറ്റിക്കറങ്ങി കാണാനും. ലുലു മാളിലൊക്കെ ഭയങ്കര തിരക്കണല്ലോ. അപ്പോൾ അതേ ഇവിടെ ഞങ്ങൾ ബില്ലൊക്കെ അടിച്ച് ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോകണ്ട. അപ്പോൾ ഫുഡ് കോർട്ടിലേക്ക് പോണ വഴിയാണ് ലുലു ഫാഷൻ കണ്ടതേ. അപ്പോൾ എനിക്കൊരു അങ്ങോട്ട് ചാഞ്ചാട്ടം. അപ്പോൾ എന്നോട് പറഞ്ഞ് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് വരാമെന്നാണ്. നൈസായിട്ട് എന്നെ ഒഴിവാക്കിയാണോ എന്നൊരു ഡൗട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ ആ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടാ. അപ്പോഴും എൻ്റെ മനസ്സിൽ ലുലു ഫാഷനായിനെ. അങ്ങനെ ഷവർമൊക്കെ പൊട്ടിച്ച് ബിരിയാണിയൊക്കെ കഴിക്കണം. അങ്ങനെ റോഡിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല അങ്ങനെ ലുലു ഫാഷനിലൊക്കെ കയറി. പക്ഷെ അവിടെ ഭയങ്കര ഓഫറൊക്കെ ഉണ്ടായിട്ടാണ്. പക്ഷെ അതിൻ്റെ ക്ലിപ്പ് മിസ്സായി. എൻ്റെ തേടയാൻ നോക്കിയപ്പോൾ കണ്ടില്ല. അങ്ങനെ ഒരു റെയിൻ കോട്ടിൻ്റെ ഒരു പാൻറ്റ് വാങ്ങാനുണ്ടായിരുന്നു. കോട്ടുണ്ട്, പാൻറ്റ് ഉണ്ടായില്ല. അപ്പോൾ അത് വാങ്ങാനായിട്ട് ഞങ്ങൾ തൃശ്ശൂർ റൗണ്ട് മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ കിട്ടിയില്ല ഞങ്ങൾക്ക്. അതന്നിട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടാ. അത് മേൽപ്പാലം ഇതിനുള്ളിൽ കയറിയിട്ടുള്ളവർ പറയണേ. മിക്കവരും കയറിയിട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി പറയണേ. ബായ്.